ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ജീവിത സത്യങ്ങൾ അവസാന ഭാഗം. നാളെ ബുധനാഴ്ച ശിവരാത്രിയാണ്. ദിവാകരനും മക്കൾക്കും ഒഴിവ് ആണ്. ശാന്തി ലീവ് എടുത്ത് ഇരിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള അവർ ഒരു അമ്പല ദർശനം നടത്തുന്നതിനായി തീരുമാനിച്ചു. അതിനായി ഇന്ന് വൈകുന്നേരം ഓട്ടോ ടാക്സിക്കാരനെ വിളിച്ച് അമ്പല ദർശനം ഉണ്ട് എന്നും അതിനായി കാലത്ത് 6 മണിയോടുകൂടി എത്തണം എന്നും പറഞ്ഞ് ഉറപ്പിച്ച ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം അവർ കഴിച്ച് കൂട്ടി. ബുധനാഴ്ച കാലത്ത് 5 മണിയോടുകൂടി ദിവാകരൻ, ശാന്തി, ശാലിനി, ശരൺ എന്നിവർ എണീറ്റ് പ്രഭാത പരിപാടികൾ കഴിഞ്ഞ ശേഷം അവർ അമ്പല ദർശനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. 6 മണിയോടുകൂടി ഓട്ടോ ടാക്സി എത്തുകയും ആ ഓട്ടോ ടാക്സിയിൽ കയറി ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിയ അവർ വടക്കുംനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ കോട്ടപ്പുറം ശിവക്ഷേത്രം, പൂങ്കുന്നം ശിവക്ഷേത്രം, മുതുവറ ശിവക്ഷേത്രം, മഴുവഞ്ചേരി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലും അവർ ദർശനം നടത്തി. അതിനുശേഷം തിരിച്ച് ചീലക്കുഴിയിൽ വന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിന് എതിരെയുള്ളതായ രാമനാഥ വൈഭവം റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അവർ നേരെ വീട്ടിലേക്ക് എത്തുന്നു. സമയം ഏകദേശം 11 മണി ആയി. ശാന്തി നേരെ അടുക്കളയിലേക്കും ശരണും ശാലിനിയും അവരവരുടെ മുറിയിലേക്കും പോയി. 2 മണിക്കൂർ നേരത്തേക്ക് എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ദിവാകരൻ തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് പ്രവേശിച്ചു. സ്വകാര്യ മുറിയിലേക്ക് ആരെയും ദിവാകരൻ അനുവദിക്കാറില്ല. ആ സ്വകാര്യ മുറിയിൽ ഒരു സംഗീതാത്മകമായ അന്തരീക്ഷമാണ് ദിവാകരൻ ഒരുക്കിയിരിക്കുന്നത്. റെക്കോർഡ് പ്ലെയർ, ടേപ്പ് റെക്കോർഡർ, റേഡിയോ എന്നിവ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റെക്കോർഡിൻ്റെയും കാസറ്റുകളുടെയും ഒരു ശേഖരം തന്നെ ദിവാകരൻ്റെ കയ്യിൽ ഉണ്ട്. പ്രശസ്തരായ കലാകാരന്മാരുടെ പരിപാടികളാണ് ഇതിലെല്ലാം. അങ്ങനെയുള്ളതായിട്ടുള്ള
ദിവാകരൻ ആ മുറിയിലേക്ക് എത്തിയപ്പോൾ തീർത്തും പഴയ കാമുകനായി മാറുകയും റെക്കോർഡ് പ്ലെയറിൽ പ്രശസ്ത കലാകാരിയുടെ വീണാവാദൻ വയ്ക്കുകയും ചെയ്ത ശേഷം ചാരി കസേരയിൽ വന്ന് ഇരുന്ന് കണ്ണ് അടച്ചപ്പോൾ തൻ്റെ പഴയ കാമുകിയായ ദേവിക മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവാകരൻ പണ്ടത്തെ ദേവികയുടെ പോലെ മുഖപ്രസാദമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് ദിവാകരൻ ആലോചിച്ചു. ദേവികയ്ക്ക് താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിതം ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു നല്ല കലാകാരിയായി വാഴണം എന്നാണ് ദേവിക മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സമ്പന്ന കുടുംബത്തിൽ എത്തിയപ്പോൾ അവരുടെ നിർബന്ധം നിമിത്തം കലാപരിപാടികൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയും ഒരു കുടുംബ നാഥയായി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സമ്പന്നമായ ഒരു ജീവിതമാണ് ലഭിച്ചതെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടതായ ജീവിതമല്ല ലഭിച്ചത് എന്നാണ് ആ മുഖത്തിൽ നിന്നും ദിവാകരന് വായിക്കുവാനായി കഴിഞ്ഞത്. സമ്പന്ന കുടുംബത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക സുഖവും ഭൗതിക സുഖവും ലഭിക്കും എങ്കിലും മാനസിക സുഖം അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ജീവിതം കിട്ടിയാലേ ധന്യമാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവിക ഉദ്ദേശിച്ചതായിട്ടുള്ള ഒരു ജീവിതമല്ല ദേവികയ്ക്ക് കിട്ടിയത് എന്ന് ദിവാകരന് മനസ്സിലായി. തൻ്റെ ഒരു ഊഹം വെച്ചാണെങ്കിൽ ദേവിക ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ദേവികയ്ക്ക് ഉണ്ടായത്. സമ്പന്നമായ ഒരു അന്തരീക്ഷത്തിൽ ദൈവീകത നഷ്ടമാകാം. ദൈവീകത ലഭിച്ചാൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും കഴിവിന് കഴിവ് പോലെയാണ്. നഷ്ടപ്പെട്ട ദൈവീകത തിരിച്ചു ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം ദിവാകരൻ മനസ്സിലാക്കുന്നു. അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാമുകന്മാരായും നല്ല ഭാര്യ ഭർത്താക്കന്മാരുമായി ജീവിക്കാം എന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ കലാപരിപാടികളിലും പങ്കെടുത്ത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ദിവാകരൻ ചാരു കസേരയിൽ നിന്നും എണീറ്റ് വാതിൽ തുറന്ന് പുറത്തു കടന്നപ്പോൾ
മക്കൾ അവരവരുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. അവരെ വിളിച്ച് ഭക്ഷണത്തിന് സമയമായി, ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ശാന്തിയും മക്കളും ആയി ഭക്ഷണം കഴിച്ച ശേഷം ദിവാകരൻ അവിടെയുള്ള ചാരു കസേരയിൽ ഇരുന്ന് മയക്കത്തിലേക്ക് വീണു. ശുഭം.